അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്, ജാഗ്രതയോടെ ഇരിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ധൈര്യമായിരിക്കുക, ബലവാന്മാരായിരിക്കുക. 1 കൊറിന്തോസ് 16:13. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് ചില ഭയപ്പെടുത്തലുകളാണ്, അല്ലെ ഭയങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത് ശരിയാകുമോ എന്നുള്ള ഒരു സംശയങ്ങളാണ്. ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട്, ചില വെല്ലുവിളികൾ ഏറ്റെടുക്കാനായിട്ട്, അത് നമ്മളിൽ സ്വയം ആശ്രയിക്കുകയല്ല, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു വിളിയാണ് 1 കൊറിന്തോസ് 16:13 ശ്ലീഹ നമുക്ക് നൽകുന്നത്. ധൈര്യം ഒരിക്കലും തകർന്നു പോകുന്നതല്ല, മറിച്ച് തകർന്നിട്ടും മർദ്ദിക്കപ്പെട്ടിട്ടും എപ്പോഴും ഉയർത്തെഴുന്നേറ്റ് നിലനിൽക്കുന്നതിനെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ധൈര്യമുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിലും പലപ്പോഴും നമ്മുടെ ധൈര്യം ചോർന്നു പോയേക്കാം. എന്നാൽ ആ ചോർന്നു പോകുന്ന ധൈര്യത്തെ വീണ്ടെടുക്കുന്നതാണ് ക്രിസ്തീയമായിട്ടുള്ള ആ ധൈര്യം എന്ന് പറയുന്നത്, ആ ഉറപ്പ് എന്ന് പറയുന്നത്. ഭയങ്ങളും സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിൻ്റെ നേരെ നോക്കി അതിനപ്പുറത്ത് കൂടുതൽ ശക്തിയായി ഉണർന്നെഴുന്നേൽക്കുന്ന മനോഭാവമാണ് ഇത്. റോമാലേഖനം 5-ാം നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, ഞങ്ങൾ നമ്മുടെ കഷ്ടങ്ങൾ പോലും സന്തോഷിക്കുന്നു, കാരണം കഷ്ടത സഹിഷ്ണുതയെ ഉൽപ്പാദിപ്പിക്കുന്നു, സഹിഷ്ണുത പ്രത്യാശയെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ആ പ്രത്യാശ വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ധൈര്യത്തിൽ നിന്നാണ്. കഷ്ടത പോലും സന്തോഷമാക്കി മാറ്റുന്ന ആ ഒരു സഹിഷ്ണുത ഉണ്ടാകുന്നതിന് അത് കാരണമാകും. ഒന്നുകൂടെ ചിന്തിച്ചേ, ഏത് മഹത്തായ വിജയത്തിന്റെ കഥയും ധൈര്യത്തിന്റെ കഥ, നമ്മുടെ എസ്തേറിന്റെയും കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ധൈര്യത്തിന്റെ, യോസഫ് അടിമയായി വിറ്റുപോയി, പക്ഷെ അവൻ നേതാവായി. മോശ ഒരു കൊലപാതകയായിരുന്നു, പക്ഷെ അവൻ ഒരു ജാതിയെ നയിക്കാനായിട്ട് കാരണമായി. സങ്കീർത്തനം 34:17-18 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീതിമാൻ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ അവരുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവൻ രക്ഷിക്കുന്നു. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, ആത്മാവിൽ ചതഞ്ഞവരെ അവൻ രക്ഷിക്കുന്നു. അതിനാൽ ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എന്നെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ്? ഭയമാണോ, സംശയമാണോ, അല്ലെങ്കിൽ ധൈര്യക്കുറവാണോ? എന്തായാലും നമുക്കതിനെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി വചനത്തിലുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം നമ്മൾ ഇപ്രകാരം ശക്തിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്, എനിക്ക് ശക്തി നൽകുന്ന ക്രിസ്തു മുഖാന്തരം ഇതെല്ലാം എനിക്ക് കഴിയും. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം, കർത്താവിൽ നമുക്ക് ധൈര്യമുള്ളവരായി നിൽക്കാൻ, ഭയത്തെ നേരിടാൻ, അപകടങ്ങൾ വന്നാലും പതറാതിരിക്കാൻ, ഒരു തകർച്ച വന്നാലും തകർന്നു പോകാതിരിക്കാൻ, നാം അതിലൂടെ കൂടുതൽ ശക്തമായി ഉയരുമെന്ന് വിശ്വസിക്കുവാൻ, നമുക്ക് ബുദ്ധിമുട്ടുള്ള പടിവാതിലുകളെ മുന്നോട്ട് ചവിട്ടി നടക്കാനുള്ള മനോഭാവം സ്വീകരിക്കാം. യെശയ്യാ പ്രവചനത്തിലെ 40-ാം 31 ഇപ്രകാരം പറയുന്നു, കർത്താവിൽ പ്രത്യാശ വെക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ധൈര്യത്തിന്റെ ശക്തിയിൽ കർത്താവിൽ ആശ്രയിച്ച് നിറഞ്ഞവരായിരിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉയർന്ന് ഇരുട്ടിൽ പ്രകാശിക്കുന്ന ഒരു ദീപമായി തിളങ്ങാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നുണ്ട്. അവനിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ആ ആശ്രയ ബോധം നമുക്ക് ഓരോ ദിവസവും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും കർത്താവിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ അതിനെ നേരിടാൻ തക്ക ചങ്കൂറ്റം നമുക്ക് വചനം തരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിത ഉത്കണ്ഠകളുടെ മുൻപിൽ, ഞങ്ങളുടെ ഭയങ്ങളുടെ മുൻപിൽ, ഞങ്ങളുടെ സംശയങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പതറിപ്പോകാറുണ്ട്. എന്നാൽ നിന്റെ വചനം ഇന്ന് ഞങ്ങളോട് പറയുന്നു, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ്, ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നുള്ള സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ട് ഓരോ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ മുന്നേറാനായിട്ടുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. അവൻ നമ്മെ
നിത്യതയുടെ തുറമുഖത്തെത്തിക്കും തീർച്ച. സാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ.